ഈ ഒരു പ്ലിയെ റിജക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സുപ്രീം കോടതി പറഞ്ഞത് ഇത് എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. ഇത് ഹലോ ഹായ് SVT ടോക്സിലേക്ക് സ്വാഗതം. ഈസ്റ്റ് ഡൽഹിയിൽ 3 അമ്പലങ്ങൾ പൊളിച്ചു നീക്കാൻ വേണ്ടി ഉത്തരവിറക്കിയിരിക്കുകയാണ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി. ഈ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് മാർച്ച് 19 തീയതിയാണ്. മാർച്ച് 20 തീയതി രാവിലെ 4 മണിക്ക് പൊളിച്ചു നീക്കുമെന്നായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ സമയം ആകുമ്പോഴേക്കും ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ ഓഫീസേഴ്സും പോലീസ് ഓഫീസേഴ്സും ഒക്കെ അവിടെ റീച്ച് ചെയ്തപ്പോൾ BJP MLA ആയിട്ടുള്ള രവീന്ദർ സിംഗ് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് ഈ ഒരു കാര്യം പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഉത്തരവ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ്. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഗ്രീൻ ബെൽറ്റിലുള്ള എൻക്രോച്ച്മെന്റ്സ് ഒക്കെ പൊളിച്ചു നീക്കണമെന്നായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഈ ഒരു കാര്യം ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ട്. നമ്മുടെ BJP MLA ആയിട്ടുള്ള രവീന്ദർ സിംഗ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രയർ നോട്ടീസ് അയച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ പ്രയർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അയച്ചത് മാർച്ച് 19 തീയതി എന്നേ ഉള്ളൂ. അതൊരു കാര്യമാണ്. പക്ഷെങ്കിൽ അദ്ദേഹം പറയുന്നത് പ്രയർ നോട്ടീസേ അയച്ചിട്ടില്ല എന്ന്. അങ്ങനെ പ്രയർ നോട്ടീസ് അയച്ചിട്ടില്ലെങ്കിൽ മാർച്ച് 19 തീയതി ഈ നോട്ടീസ് ലഭിച്ചതിന് ശേഷം സുപ്രീം കോടതിയിൽ ഒരു പ്ലീ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഫയൽ ചെയ്യുക? രണ്ടാമത്തെ കാര്യം, ഈ രാവിലെ 3 മണിക്ക്, അതായത് മാർച്ച് 20 തീയതി രാവിലെ 3 മണിക്ക് ഈ രവീന്ദ്ര സിംഗ് കറക്റ്റായി ആ ഒരു ടൈമിൽ ആ ഒരു പ്ലേസിൽ എങ്ങനെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്താറ്? അതുകൊണ്ട് തന്നെ പ്രയർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രയർ നോട്ടീസ് കൊടുത്തതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായി ഈ ഒരു ഏരിയ എൻക്രോച്ച്മെന്റ് ചെയ്ത ബിൽഡിംഗ് ആണോ അല്ലയോ എന്നുള്ള ഒരു കാര്യമാണ്. അതിൽ ഈ ഒരു MLA തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 2015 മുതൽ 2024 വരെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നോട്ടീസസ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടീസ് ഒക്കെ അയച്ചിട്ട് ഈ ഒരു മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിക്ക്, ഈ അമ്പലത്തിന്റെ കമ്മിറ്റിക്ക് കിട്ടുമ്പോൾ അതൊരു എൻക്രോച്ച്മെന്റ് അല്ലെങ്കിൽ അതിനുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രശ്നം അവിടെ ക്ലോസ് ചെയ്യാമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ, അതായത് 2015 മുതൽ 2022 വരെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നോട്ടീസസ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു MLA, അതായത് BJP MLA ആയിട്ടുള്ള രവീന്ദർ സിംഗ് പറയുന്നത്. അപ്പോൾ അത് 90% അതൊരു എൻക്രോച്ച്മെന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ അവരത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. അത് ക്ലോസ് ചെയ്തിട്ടില്ല. പ്രയർ നോട്ടീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ആ ഡയറക്ഷനിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ്, ഒരു സ്ട്രക്ചർ പൊളിച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ ആ അതോറിറ്റി 14 ദിവസം മുൻപെങ്കിലും നോട്ടീസ് നൽകണം എന്നൊരു കാര്യം. ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടെമ്പിൾ മാനേജ്മെന്റ്സ് പറയുന്നത് മാർച്ച് 19 തീയതിയാണ് ഈ ഒരു നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് എന്നാണ്. അതായത് 20 തീയതി പൊളിക്കുമെന്നുള്ള ഒരു നോട്ടീസ് ഒരു ദിവസം ഇല്ല, അതിന് ഏതാനും മണിക്കൂർ മുൻപാണ് ഈ ഒരു നോട്ടീസ് നൽകിയെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അതിനെ തുടർന്നാണ് സുപ്രീം കോടതിയിൽ പ്ലീ ഫയൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ രവീന്ദ്ര സിംഗ്, അതായത് ആ BJP MLA പറയുന്നത് ഒരു തരത്തിലുള്ള നോട്ടീസും ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ്. ഇതിന്റെ കറക്റ്റ് സത്യാവസ്ഥ പറയേണ്ടത് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയാണ്. കാരണം അവർക്ക് ഇതിനി പറയാൻ പറ്റുകയുള്ളൂ. രണ്ടാൾക്കാർ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്ലാരിഫിക്കേഷൻ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് നൽകേണ്ടത്. ഈ പ്രയർ നോട്ടീസ് ഒരു ദിവസം മുൻപാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ സുപ്രീം കോടതിയുടെ ഡയറക്ഷന് പുല്ലുവിലയാണ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി നൽകുന്നത്. ഇതിവിടെ മാത്രമല്ല, ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലൊക്കെ പള്ളികൾ പൊളിക്കുമ്പോഴും ഇതേ കാര്യമാണ് അവിടുത്തെയും അതോറിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ ഡയറക്ഷനെ വകവെക്കുന്നില്ല, പുല്ലുവില നൽകിക്കൊണ്ടാണ് അവിടുത്തെ പള്ളികളൊക്കെ പൊളിച്ച് നീക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ടെമ്പിൾ മാനേജ്മെന്റ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത പ്ലീയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രയർ നോട്ടീസിന്റെ കാര്യമാണ്. പ്രയർ നോട്ടീസ് തന്നിട്ടുള്ളത് ഒരു ദിവസത്തിന്റെ ഉള്ളിലായിട്ടാണ് തന്നിട്ടുള്ള എന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 40ഓളം വർഷം പഴക്കമുള്ള അമ്പലങ്ങളാണെന്നാണ് വേറെ പ്ലീയിൽ പറഞ്ഞ മറ്റൊരു കാര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 25, നമ്മളുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സുപ്രീം കോടതിയിൽ പ്ലീ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സുപ്രീം കോടതി ഈ ഒരു പ്ലീയെ റിജക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സുപ്രീം കോടതി പറഞ്ഞത് ഇത് എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല, ഇത് ലോവർ കോടതിയിലേക്ക്, അതായത് ഡൽഹി ഹൈക്കോടതിയിൽ നിങ്ങൾ ഈ ഒരു പ്ലീ ഫയൽ ചെയ്യണമെന്നാണ് അവരോട്, ഈ ടെമ്പിൾ മാനേജ്മെന്റിനോട് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.